Hello students, good evening. Good evening. Good evening, sir. Good evening, sir. Good evening, good evening. evening, sir. Good evening, everyone. Good evening. Good evening. Take a silent prayer. Okay, right. So yesterday we had drawn 3 different graphs and have written the conclusion of the 3 cases. Like, നമ്മൾ 3 ഗ്രാഫ് എങ്ങനെയാ വരിക ആ ഗ്രാഫില് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആൽഷ. സൊല്യൂഷൻ പറഞ്ഞു എന്റെ ഓർമ്മ. സൊല്യൂഷൻ 3 കേസ് അല്ലേ? 3 കേസിൽ ഗ്രാഫിന്റെ 3 പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിന്റെ തന്നു. ഓക്കെ 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 ഫൈൻ 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 ഫൈൻ. ഞാൻ ചോദിക്കാം, ഒന്ന് പറഞ്ഞ കേക്കട്ടെ. അമീന ഷിറിൻ, what are the 3 possibilities of the graph we are drawing? Intersecting, coincident, parallel. And intersecting, coincident and parallel. What do you mean by intersecting, Muhammad Basim? Intersecting means കൂട്ടിമുട്ട, രണ്ട് ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ ഭീമ, വാട്ട് അബൌട്ട് കോഇൻസിഡന്റ്? Same line, both the lines will be same. Samrin, what do you mean by parallel lines? Sir, the line same as the one from before. ഒന്നുകൂടെ ക്ലിയർ ആയില്ല. 2 lines which are the same. 2 lines which are same നമ്മൾ parallel ആണോ പറയാ? Which are the same drawn on top of the one. Which are the same? Same lines which are the same drawn on the other side. Both sides. Okay, 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 okay. ഈ കേസിലെ 3 കേസിന്റെയും സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയായിരുന്നു. അതായത് വൺ കേസ് ഹാവ് എന്ന് പറഞ്ഞതാണ് എന്റെ ഓർമ്മ അല്ലേ? സൊല്യൂഷൻ ഓഫ് ദ ഗ്രാഫ് എന്ന് നമ്മൾ ഇന്നലെ ഡിഫൈൻ ചെയ്ത ഗസൽ. വാട്ട് മീൻ ബൈ സൊല്യൂഷൻ? ഗസൽ, ജോഷുവ. Yes, sir. What do you mean by solution? For a pair of linear equation in two variables, the points of linear equations which for both the graphs are same, that will be a solution. Okay, okay, okay. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അങ്ങനെ തന്നെ പോയിട്ട് നിർബന്ധമില്ല കേട്ടോ. കൺസെപ്റ്റിൽ ഐഡിയ ഉണ്ടായിരുന്നു. റൈറ്റ്. ഫിദ റഷീദ് ഒന്ന് പറഞ്ഞേ, വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് സൊല്യൂഷൻ ഫോർ ദ ഗ്രാഫ് വിച്ച് ആർ ഇന്റർസെക്ടിങ്? Unique solution. It will have unique solution. എന്താണ് യൂണിക് എന്നുള്ള ടൈമിന്റെ മീനിങ്? യൂണിക് മീൻസ് Sir, unique solution ഒരു solution ഉണ്ടാവുള്ളൂ. single solution, only one solution. Okay, Adil Salish, what about the graph which is parallel? Sir, no solution. It will have no solution. Adnan, what about the graph which is coincident? Sir, intersect at a point. Coincident angle, what about the solution? If it is coincident, what we can say about the solution? The angle is coincident. Coincident solution. Nihal? Sir, infinite solution. It will have infinite solution. If it is coincident, there will be infinite number of solution. അത്രയുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അല്ലേ? Sir, ഒന്നുകൂടി പറയാമോ? Coincident having infinite solution. Infinite solution ഇന്നലെ നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ എവരിവൺ? അതേന്നെ അല്ലേ റോവൽ? Yes, sir. Okay, what we have written last, റോവൽ? മറ്റേ 3 കേസസിലും ഒരു സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ആ പോയിന്റ് എഴുതി വെച്ചേക്കണം. ഇന്റർസെക്ടിങ് ഹൈഫൻ ഇറ്റ് വിൽ ഹാവ് യൂണിക് സൊല്യൂഷൻ അല്ലേ? കോഇൻസിഡന്റ് ഹൈഫൻ ഇറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. പാരലൽ ഹൈഫൻ ഇറ്റ് വിൽ ഹാവ് നോ സൊല്യൂഷൻ. എഴുതിയിട്ടില്ല ഞാൻ ഇന്നലെ അങ്ങനെ നോട്ട്? Sir, infinite കിട്ടിയില്ല. Intersecting ഞാൻ ബോർഡിൽ എഴുതിയിട്ടാണല്ലോ, പിന്നെ അത് നോട്ട് ചെയ്യാതെ. ഇത് intersecting unique solution, parallel no solution, coincident infinite solution അല്ലേ?
ഈ 3 കേസും അത് തന്നെ കോൺസ്റ്റന്റ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ അത് എഴുതിയിട്ടില്ലേ? സാർ അത് ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഗ്രാഫ് ശരിയല്ലേ? അതെ അതെ അതെ. ഇനി നമ്മൾ നേരെ ഒരു ആക്ടിവിറ്റി, അതായത് ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ കൺഫ്യൂഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാണ്. ജസ്റ്റ് സബ്ഹെഡിങ് കൊടുത്തോ ആക്ടിവിറ്റി 2. ഇത് ടേബിൾ ഫില്ലിംഗ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ആക്ടിവിറ്റി 2 ഹൈഫൻ nature of graph, സാർ ഒന്നുകൂടെ nature പറയാം. of ബോർഡിലടാ, ബോർഡ് ക്ലിയർ അല്ലേ? Activity 2 hyphen nature of graph, comma nature of solution and relation between coefficients. Relation between coefficients. ഒരു ടാബുലേഷൻ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ നിലവിൽ ചെയ്ത് നിർത്തിയേക്കുന്നതിന് തന്നെ നമ്മളൊന്ന് ടാബുലേറ്റ് ചെയ്യുന്നത് മാത്രം. And relation between coefficients. So we should draw 7 columns. ക്വസ്റ്റ്യനിൽ ഒരു ലേഔട്ട് ഞാൻ വരയ്ക്കേണ്ടത്, നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട കോളംസ്. സ്റ്റാർട്ട് ചെയ്തോ, വരച്ചു വേഗം. Below activity 2 draw these columns. എന്താണ് ഫിൽ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് യു ജസ്റ്റ് ഡ്രോ ദ കോളം. ഇന്നലെ നമ്മൾ ചെയ്ത കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞ പോലെ നമുക്ക് 3 കേസ്, ആ 3 കേസ് തന്നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 3 cases that we discussed on yesterday. നമ്പർ കൊടുക്കുമ്പോൾ കേസ് 1, കേസ് 2, കേസ് 3 നമ്മൾ നമ്പറും കൊടുക്കുക. ബാക്കി ഒന്നും ഫില്ല് ചെയ്ത് ഇത്ര മാത്രം എഴുതിയാൽ മതി. റിമൈനിങ് ഐ വിൽ എക്സ്പ്ലെയിൻ. Let's write up to this one. ഇതാവണേ. സാർ ഈ നേച്ചർ ഓഫ് സൊല്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. A1 by A2. അതെ, A1 by A2. After that B1 by B2. After that C1 by C2. Thirty seconds on a maximum. Table over again. 30 seconds on a maximum. സാർ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ നെറ്റ് പോയായിരുന്നു. ഇപ്പോൾ എന്താണോ നിങ്ങൾ ബോർഡിൽ കാണുന്ന ടേബിൾ, ആ ടേബിൾ അങ്ങനെ തന്നെ വരച്ചെടുക്കുക. ആക്ടിവിറ്റി 2 ഹെഡിങ് കൊടുക്കും. സാർ ഇതിൽ കേസ് 1, കേസ് 2, കേസ് 3യുടെ ബോക്സ് മാത്രം വരച്ചാൽ മതിയോ? മതി. ബാക്കി കാണുന്ന എല്ലാ സ്പേസിലും ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. യു ജസ്റ്റ് വെയിറ്റ്. നമുക്ക് സ്പേസ് തന്നെ കിടന്നോട്ടെ.
Okay, shall I? Speed out, speed out, speed out, speed out. Bhavit Madhav, എവിടെ പഠിക്കുന്ന ഭാഗത്തെ? Sir, St. James Public School, Potanikat. പോത്താനിക്കാട് അല്ലേ? സെന്റ് ജോസഫ്. St. James. സെന്റ് സേവിയേഴ്സ്. സെന്റ് സേവിയേഴ്സ് പോത്താനിക്കാട്. സെന്റ് സേവിയേഴ്സ്. ഇവര് അനീഷ് സാർ പഠിപ്പിക്കുന്നുണ്ടോ ഭാഗത്തെ സ്കൂളിൽ? അനീഷ് എന്നൊരു സാറുണ്ടോ മാത്തമാറ്റിക്സിൽ? No. ഓക്കെ. വേറെ CBSE സ്കൂൾ എവിടെ? പോത്താനിക്കാട് വേറെ CBSE സ്കൂൾ ഉണ്ടോ? Holy Angels. ആ, ഹോളി ഏഞ്ചൽസ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യല്ലേ? റൈറ്റ്, ലിസൺ. ഇനി ഇവിടെ നമ്മൾ ആക്ച്വലി എഴുതേണ്ടത് ഈ കേസ് 1-ല് yesterday we drawn 3 different graphs, 3 different cases അല്ലേ? ആ സെയിം കേസിലെ ഇക്വേഷൻ ആണ് നമ്മൾ കേസ് 1, കേസ് 2 കേസിൽ എഴുതേണ്ടത്. ഇപ്പൊ കേസ് 1-ല് which was the equation that we have considered yesterday? Asim Nias, equations of case 1 ഏതായിരുന്നു? ആസിം ഒന്ന് പറഞ്ഞേ. Yes, sir. 2x plus y is equal to 4. 2x plus y equal to 4. Then ഒരു ഇക്വേഷൻ കൂടെ ഇല്ലേ? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലേ? 3x minus 4y equal to 12. 3x minus 4y equal to 12. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? കേസ് 2 കേസിൽ ഇക്വേഷൻസ് എഴുതണം. എഴുതുമ്പോൾ നേരെ താഴെ കറക്റ്റ് താഴത്തെ എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി A1 ബേറ്റിലൊക്കെ പോകുമ്പോൾ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ്. ആദിൽ സലീജ് ഒന്ന് പറഞ്ഞ കേസ് 2 ഇക്വേഷൻ. ആദിൽ സലീജ്. സർ കേസ് 2 അല്ലേ? ആ സർ 2x plus 3y equal to 6 ഉം 2x plus 3y equal to 6 ഉം 4x plus 6y equal to 12. 4x plus 6y equal to 12. സാറേ ഇത് എഴുതിക്കോട്ടെ. ഇക്വേഷൻ എഴുതിക്കോ. ബാക്കിയൊന്നും ഫില്ല് ചെയ്യണ്ട. ഇക്വേഷൻ നിങ്ങളുടെ കേസ് 3 നിങ്ങളുടെ കയ്യിലുണ്ട്. ഭീമ കേസ് 3 ഏതായിരുന്നു നമ്മുടെ? തേർഡ് കേസ് ആണോ? തേർഡ് കേസ്. x plus 3y is equal to 6. 3x plus 9y is equal to 27. ഇതാണ് നമ്മുടെ കേസ് 1, കേസ് 2, കേസ് 3. ഈ 3 കേസിലും നെക്സ്റ്റ് 2 കോളംസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നേച്ചർ ഓഫ് ഗ്രാഫ്. നേച്ചർ ഓഫ് ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ വി ഡ്രോ ദ ഗ്രാഫ് നമുക്ക് കിട്ടിയത്, നേച്ചർ ഓഫ് ഗ്രാഫിൽ നമുക്ക് കിട്ടിയത് ഇന്റർസെക്റ്റിംഗ് ആണോ അതോ പാരലൽ ആണോ അതോ കോഇൻസിഡന്റ് ആണോ എന്നാണ് നേച്ചർ ഓഫ് ഗ്രാഫിന്റെ അർത്ഥം. നമ്മൾ ഗ്രാഫ് വരച്ചപ്പോ whether it is intersecting or coincident or parallel, that is what we mean by nature of graph. Nature of solution means whether it has unique solution, infinite solution or no solution. That 2 columns you can fill because we already drawn the graph on yesterday. Sir. Yes. Sir, nature of solution എന്താ? നമ്മൾ ഇതിൽ പറയല്ലേ ഈ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെയാ? ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ യുണീക്ക്. നേച്ചർ ഓഫ് സൊല്യൂഷൻ. കോഇൻസിഡന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്. ദാറ്റ് വൺ. അല്ല പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ. സർ ജസ്റ്റ് ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ്, കോഇൻസിഡന്റ് ഗ്രാഫ് അങ്ങനെ ജസ്റ്റ് ഇന്റർസെക്റ്റിംഗ് ചെയ്താൽ മതി. ഗ്രാഫ് എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ്, കോഇൻസിഡന്റ്, പാരലൽ. അപ്പൊ യൂണിറ്റ്, ഇൻഫിനിറ്റ്, നോ സൊല്യൂഷൻ. Speed to complete here 1 minute maximum to complete that one. Last 3 columns to complete here and I will explain. Yes. Sir, nature of graph. I mean, clear है nature of graph. Nature of graph എന്താ ചെയ്യുന്നത്? Intersecting, parallel, coincident. അത് ഏത് കേസ് ആണ് ചെയ്താൽ മതി. ഫോർത്ത് ടൈമിലാണ് ക്ലാസ്സിൽ പറയുന്നത്. സെയിം തിങ്. ഓക്കെ, ഒന്ന് പറഞ്ഞു. കേസ് 1-ലെ മുഹമ്മദ് അമീൻ, കേസ് 1-ലെ ഗ്രാഫ് എങ്ങനെയാ? മുഹമ്മദ് അമീൻ, കേസ് 1 ഗ്രാഫ്. മുഹമ്മദ് ബാസിം, കേസ് 1 പറയണ. ഇന്റർസെക്റ്റിംഗ്.
Intersecting. Case 2 എങ്ങനെയാണ് അഫ്രീൻ നവാസ്? Case 2. Case 2 coincident. Coincident. Alim, what about case 3? Sir. Parallel. ഞാൻ നേരത്തെ വിളിച്ചാൽ പിന്നെ ഇനി പറയണ്ട. വെയിറ്റ്. മുഹമ്മദ് ആലിം. സാറേ താമസിച്ച കേട്ടെ. മോനെ ആയിക്കോട്ടെ, താമസിച്ചതിന് ഞാൻ പറഞ്ഞത്. തൽക്കാലം വെയിറ്റ് ചെയ്യും. ആലിം പറഞ്ഞേ. Parallel. So here it is parallel. Case 2 is coincident and case 1 is intersecting. Now what about the nature of solution? Amina, first case? Unique solution. Unique solution. Kenza, second one? Infinite solution. And third one? No solution. No solution. So I hope everyone is clear about this much table, this much columns or this much cells of the table. Clear allargum? Okay. Last നമുക്ക് 3 columns ഉള്ളത് A1 by A2, B1 by B2, C1 by C2 values ആണ്. ഇതെന്താന്ന് just ഒരു example ആണെന്ന് പറയാം. കേട്ടോ? I will first give you an example. നിങ്ങൾ എഴുതണ്ട, just ശ്രദ്ധിച്ചാൽ മതി. Just giving it as demo. Okay. Suppose our equation is 2x plus 5y equal to 12 and 3x plus or 3x minus 8y, 3x minus 8y equal to 4. We are supposing. Okay. I hope you remember the standard form of pair of linear equation. And gathering standard form again, namade A1 plus B1 is equal to A1x C1. plus B1y. Sorry, A1x plus B1y is equal to C1. And then A2x plus B2y is equal to C2. A1x plus B1y equals C1 and A2x plus B2y equals C2. Then we will the standard form. Right? Which means A1 and A2 will be the coefficients of A1 and A2 will be the coefficients of X and Y. X and Y ano A1 and A2. X and A1 X square linear equation lo A1 and A2. A1 and A2 coefficient of A and ഒന്നുകൂടെ ചിന്തിച്ചേ. സന ഫാത്തിമ, A1 and A2 are the coefficients of X square. X square. Would X square undo? Square term കാണിച്ചേ ഇവിടെ. Is there a square term here? X only. We have two equations. We are discussing about pair of linear equation. In both equations there are X terms. Coefficient of X in first equation is taken as A1 and that of X in second equation is taken as A2. X in the coefficient on A1 and A2. What about B1 and B2? What we mean by B1 and B2, Amazaki? Yes, sir. What is B1 and B2? Coefficient of Y. B1 and B2 are the coefficient of Y. And what about the C1 and C2 also? C1 and C2? Sir, the last answer. The last answer. Where the നമുക്ക് പറയാൻ പറ്റും ഇതിനെ കുറിച്ച് other than answer? Answer എന്നുള്ള ടേം അത്ര നമ്മൾ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. Any other explanation for that, Aislinn? Third term. Third term എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഓർഡർ തിരിച്ചെഴുതിയപ്പെട്ടു. നമ്മൾ ഓർഡർ ഇങ്ങനെ എഴുതി വയ്ക്കുക. സപ്പോസ് 12 പ്ലസ് 15y ഈക്വൽ ടു 2x. അപ്പൊ ലാസ്റ്റ് ടൈം 2x ആയി പോകില്ലേ? തേർഡ് ടേം എന്നതിലേക്ക് സൊല്യൂഷൻ എന്നുള്ള വാക്ക് നേരത്തെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട്. സൊല്യൂഷൻ അല്ല ആക്ച്വലി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കൊക്കെ ഉണ്ട് അവിടെ. ലെറ്റ്സ് ട്രൈ. അയൻ കിട്ടുന്നില്ല. റോവൽ Sir, constant term. That will be better. Constant term or the term without x and y. എനിക്ക് നല്ലത് കേട്ടോ. ആൻസർ നമ്മൾ സൊല്യൂഷൻ നമ്മൾ നല്ല പറയില്ല, കാരണം ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇക്വേഷനിൽ 12 4 അതിന്റെ ആൻസറോ സൊല്യൂഷനോ അല്ല, ഇതൊരു ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, സൊല്യൂഷൻ നമ്മൾ വഴി ഡീറ്റെയിലായിട്ട് പഠിക്കുന്നുണ്ട്. എനിവേ,
അപ്പോൾ ഇവിടെ when we look into our given example, A1 and A2 ആരൊക്കെയാണെന്ന് പറഞ്ഞു മുഹമ്മദ് നാസിർ? Which are A1 and A2? ഒരു മിനിറ്റ് പറയാൻ വേണ്ടി ഒരു സെക്കൻഡ് ഞാൻ കണ്ടു. 1 second. നാസിർ. Sir, A1 is 2. Sir. അമീൻ ഹാൻഡ് റൈസ് ചെയ്യാൻ കണ്ടു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാം. 1 second. നാസിയ പറയ്. Sir, A1 is 2 and A2 is 3. A1 is 2 and A2 is 3. നമ്മൾ ആ ഇക്വേഷന്റെ ഓർഡർ ഫസ്റ്റ് തന്ന ഇക്വേഷനെ A1 ആക്കിയിട്ടും സെക്കൻഡ് ഇക്വേഷനെ A2 ആയിട്ടും ചൂസ് ചെയ്യാട്ടോ. ഏതാണോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അതിനെ A1 B1 C1 എന്നുള്ള ഫോമിലും സെക്കൻഡ് A2 B2 C2 എന്നുള്ള ഫോമിലും എടുക്കുക. So here A1 will be 2, A2 will be 3. So we get A1 by A2 as 2 by 3. What about B1 and B2, Asna Fatima? Asna Fatima, B1 and B2. ഒന്ന് പറഞ്ഞു നോക്കിയേ B1 and B2 Afrin. Sir, 5 by 8. 5 by minus 8. 5 by minus 8. ശ്രദ്ധിക്കണം കേട്ടോ. നെഗറ്റീവ് ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. B1 is 5. ഒരു ഡൗട്ടും വേണ്ട. The value of B1 here it is. B1 5 ആണ്. B2 minus 8 ആണ്. B2 8 അല്ല. It is negative 8. We should consider that negative also. So there we have 5 divided by negative 8. Afrin Shaban, what about C1 and C2? Sir, C1 12, C2 4. So C1 by C2 will be 12 by 4. 12 by 4. ഇതില 2 by 3 നമുക്ക് ഫർദർ വേറെ കട്ട് ഷോട്ട് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല അല്ലേ? 2 ഉം 3 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ വാല്യൂസ് അല്ല. 5 and negative 8 also we cannot cancel. Am I right? ആകാതെ ചെയ്യാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ഈ 5 divided by negative 8 നെ വേണമെങ്കിൽ നല്ല ഫോമില് നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ്സ് ന്യൂമറേറ്ററിലാണ് എഴുതാറുള്ളൂ. വേണമെങ്കിൽ negative 5 by 8 എഴുതാം. ഇതല്ലാതെ ഒരു സിംപ്ലിഫിക്കേഷൻ അവിടെ പോസിബിൾ അല്ല. But 12 by 4, can we simplify it further? After 12 by 4. Yes. What will be obtained? 3. 12 by 4 can be further simplified as 3. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനില് ഒരു മിനിറ്റ് പറയാം. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനില് 6 by 8 ആണെങ്കിൽ 6 by 8 can be further A1 by A2 ചെയ്തപ്പോൾ 6 by 8 കിട്ടി സപ്പോസ് ചെയ്യാം. 6 by 8 can be further simplified as 3 by 4. കട്ട് ഷോട്ട് ചെയ്യാവുന്നതാണെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാം. But no need to go beyond that limit. അതായത് no need to find the decimal expansion. നിങ്ങൾ ഡെസിമൽ ഒന്നും കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 2 by 3 എന്നിവിടെ കിട്ടിയേക്കാം. നിങ്ങൾ നേരെ പോയി 2 divided by 3 0 times 0 2 0 in 20 6 times 18 ഇങ്ങനൊന്നും പോകേണ്ട ആവശ്യമില്ല. Keep it as a fraction itself. If it can be cut shorted, just short it and keep it as what we obtained. Okay, അതിനെ ഡെസിമലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. I hope it's clear. Everyone? ഡൗട്ട് ചെയ്യാൻ ടൈം തരാട്ടോ. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? A1 by A2 B1 by B2 C1 by C2. Okay, ഈ ഡെമോ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. No need to write this demo. What you should do is we have case 1, case 2 and case 3. We should fill the A1 by A2 B1 by B2 C1 by C2 columns of case 1, case 2 and case 3. I mean Jojo. Sir, number of solution അല്ല nature of solutionല് യൂണിക്ക് ഇൻഫിനിറ്റ് അങ്ങനെയാണോ എഴുതണ്ടേ? നീ ബോർഡിൽ കണ്ടില്ല ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഡിസ്കഷൻ സാറ് ബോർഡിൽ എഴുതിയിട്ടില്ലല്ലോ. ബോർഡിൽ എഴുതിയിട്ടില്ലല്ലോ. യൂണിക്കോ ഇൻഫിനിറ്റ് സൊല്യൂഷനോ എന്റെ കാണിക്കുള്ള അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റീജോയിൻ ചെയ്യ. അതിന്റെ പ്രശ്നം ലെഫ്റ്റ് ഹാൻഡ് റീജോയിൻ ചെയ്ത് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ റൂം മാറ്റി ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേ. അത് എന്റെ കയ്യിൽപ്പെട്ട കാര്യമല്ല. ജസ്റ്റ് കോൺടാക്ട് ദ ഓഫീസ് നമ്പർ. അവിടെ എന്റെ സൊല്യൂഷൻ പറഞ്ഞു തരും. Complete it fast. Anyone any other doubts? Sir, പറഞ്ഞോ. ഈ 5 by minus 8 നമുക്ക് എന്താണ് മൈനസ് 5 by 8 എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രശ്നമില്ല. One more minute. One more minute.
കട്ട് ചെയ്യാവുന്ന വാല്യൂസ് ആണെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്യണേ. ഡെസിമലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് മാത്രം. കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്യും. Thirty seconds more. Those who have not completed, just raise your hands. Complete avadavaru in video. Just raise your hands. Complete avadavaru. Those who have not completed. Complete it fast. Look out. Turn out. നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില കണക്ഷൻസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. For that reason, we are spending time behind that tabulation. അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ട ഡിസ്കഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തണം. Okay, so in the first case. In the first case, Bhima, what about A1 by A2? 2 by 3. 2 and 3. 2 by 3. Adnan, 2 and 3 and 2 by 3. A1 by A2. Adnan, B1 by B2. 1 by 4. 1 by 4 is mistake. So this will get 1 by 4. Sir, y by 1 by minus 4. 1 by minus 4. It's very important. 1 by minus 4. That negative is very important. Negative 1 by 4. What about C1 by C2 in that case, Arsha? C1 by C2? 4 by 12. 4 by 12. അങ്ങനെ നിർത്താണോ നമുക്ക് further എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 3. 4 by 12 is 3. അപ്പോൾ 12 by 4 അല്ല അങ്ങനെ മതി. 4 by 12 അങ്ങനെ നിർത്തിയാൽ മതി. പോരാ, അങ്ങനെ നിർത്തിയാൽ പോരാ. അവിടെ ഒരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. We have one step there. Hizam, 4 by 12 നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുഹമ്മദ് ഹിസാം. ഫൈൻ. ഇന്ന് വോയിസ് ക്ലിയർ ആ. ഫൈൻ. പറയ്. What we can write for 4 by 2? 1 by 2. 1 by 1 by 2. 1 by 2 അല്ല. 1 by 2 ആവണമെങ്കിൽ 6 by 12 ആണ്. 1 by Aftab, 1 by 1 by 3. It's 1 by 3. We can cancel 4 and 12 with 3. Sorry, with 4. 4 divided by 4 gives 1. 12 divided by 4 gives 3. It's 1 by 3. It's not 1 by 4. It's 1 by 3. For second equation, Dilkas para A1 by A2. Case 2, A1 by A2 will be. Ray Mohammad Dilkas. Ray Bhavich, A1 by A2 will be. 2 by 4. Bhavich Barne Bhavich. 2 by 4. 2 by 4. Can we simplify it further? 1 by 2 by 4. 1 by 2. 2 by 4. It can be simplified further into 1 by 2. Dilkas range in the prashna under. You have range issue. എങ്ങനെയുണ്ട്? സാർ ഇനി വീണ്ടും ഒന്നുകൂടെ. Range issue under Dilkas range issue. You should find a solution for that. The class disturbed ആവും. B1 by B2 Nihal. B1 by B2. Sir, B1 by 1 by 2. B1 by B2 will be 1 by 2. എങ്ങനെ 1 by 2 കിട്ടി? അത്
അത് തന്നെ കറക്റ്റ് ആണ്. ലാസ്റ്റ് ആൻസർ ലാസ്റ്റ് ആൻസർ ആണ് എഴുതിയത്, കറക്റ്റ് ആണ്. അതിന് തൊട്ട് മുമ്പ് എന്താ വരിക? 12 സാർ 6/12 6 1 ആയി 12 2 ആയി. കറക്റ്റ് ആണ്. 3/6 1/2 വരും. അതുപോലെ ലാസ്റ്റ് കേസിൽ 6/12 കട്ട് ചെയ്യുമ്പോൾ 1/2 വരും. ഇൻ കേസ് 3 ഒന്ന് പറഞ്ഞേ. കേസ് 3 ഐഷ. കേസ് 3 11/2 1/3. 1/3. B1/B2 1/3. 1/3 itself. 3/9 ആണ്. Can be simplified as 1/3. What about Muhammad Alim? C1/C2? 6/27. That can be simplified as 2/9. 6/27 on simplifying you will get 2/9. Is this a values obtained for everyone? Okay. Now we are moving into a comparison. So this is your ഇപ്പോൾ കിട്ടിയ വാല്യൂസിന്റെ ബേസിൽ നമ്മൾ കമ്പാരിസൺ നടത്തണം. ആ കമ്പാരിസൺ വെച്ചിട്ട് ഐ വിൽ ഗീവ് യു എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആൻസർ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ തരും. കണക്ടിങ് ദിസ് A1/A2, B1/B2, C1/C2 etc. Bhavit, yes, Bhavit. Sir, പറഞ്ഞോ. ഈ C1/C2 4/12 അല്ലേ ഇത്? 4/12 ആണ് ഫസ്റ്റ് കേസിൽ C1/C2 വരിക. അത് നമുക്ക് 12/4 എഴുതാമോ? 12/4 എന്ന വിഷയം എന്ന് പറയാം നമ്മൾ എല്ലാവരും ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് 12/4 എന്ന് എഴുതുമ്പോൾ 12 is taken as C1, 4 is taken as C2 അല്ലേ? അപ്പൊ ആ കേസിൽ എന്ത് ചെയ്യും? -4 ആയിരിക്കും B1, ഇവനായിരിക്കും B2, 3 will be A1, 2 will be A2. എല്ലാ റേഷ്യോയും തിരിയും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഭവിത ചോദിച്ചത് നന്നായി. നമ്മൾ എടുക്കുമ്പോൾ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇപ്പൊ A1 ആയി നമ്മൾ ഏത് ഇക്വേഷൻ ആണോ ചൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ വേണം B1ഉം C1ഉം ചൂസ് ചെയ്യാൻ. നിങ്ങൾ A1 എന്നുള്ള ഒരു ഇക്വേഷൻ എടുത്തു, അടുത്ത തിരിച്ചെടുക്കാൻ പാടില്ല. ഡു ഗെറ്റ് മീ? പറയാൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഓർഡർ ഫോളോ ചെയ്യുന്നത് വിട്ടുപോകരുത് കേട്ടോ. Now I will give you a set of questions which you should answer by observing the table we already seen. Questions പറയുന്നത് directly connecting the values in the table ആണോ? Here is a question. സാർ, നമുക്കപ്പോ നേച്ചർ ഓഫ് ഗ്രാഫും സൊല്യൂഷൻ എഴുതാൻ പറ്റുമോ? ഗ്രാഫ് വരയ്ക്കാതെ പറയണം, നമ്മൾ അതിലേക്കൊക്കെ പോകണുള്ളൂ. ഈ ബാച്ചിൽ എല്ലാവരും തോക്കി കയറി വിളിക്കുന്ന ആൾക്കാർ. നമ്മൾ അവിടെ എത്തിയിട്ടില്ല. നമുക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മൾ ആ ഡിസ്കഷനിലേക്ക് പോകും. 6 questions are there. You should write the question. You should write the question and answer it. I hope the questions are clear for you. Clear on 6 questions everyone? You should write the question and answer it. Out of them 4, 5, 6 are true or false questions. No. 4, 5 and 6 are true or false questions. You should write the question. You should write the question and answer. Maximum 3 minutes. Oh, maximum you will have 3 minutes. Few more minutes. ഏതെങ്കിലും വായിച്ചിട്ട് മനസ്സിലാകുന്നെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
1 more minute to write the answers of the given question. Question ulpore എഴുതണം. Thirty seconds more. Still writing. Speed out, speed out. Sorry, in fourth. Yes. Fourth. Afrin voice break ആവുന്നു പോലെ Afrin voice break ആവുന്നു. Clear ആയില്ല. Afrin के नवाज voice break ആയി എനിക്ക് clear ആയില്ല. സാറേ പറഞ്ഞോ clear ആ പറഞ്ഞോ. ഈ ഫോർത്ത് സിക്സ്ത് ഒക്കെ എങ്ങനെയാണ്? Fourth, fifth, sixth questions true or false ആണ്. We should write the question and write whether the given statement is true or false. Question മനസ്സിലായില്ല. If the pair of linear equation has unique solution, നമ്മുടെ case 1 എന്ന് പറയുന്നത് unique solution example ആണ്. അപ്പോൾ unique solution ആണെങ്കിൽ ഇവിടെ പറയുന്നു a1 by a2 equal to b1 by b2 ആണ്. Is it true or false? Unique in the case a1 by a2 b1 by b2 values നമ്മുടെ കയ്യിൽ ഉണ്ട്. Compare it and write whether it is true or false. That's it. Anyway, 30 seconds on maximum. 30 seconds on maximum. പെട്ടെന്ന് എഴുതണം. Okay, right, everyone? Shall. So the first question. If the first pair of, in the first pair of linear equation, which all ratios are equal? First case is there, അല്ലെങ്കിൽ which all ratios, a1 by a2, b1 by 2, c1 by c2 ഉണ്ടല്ലോ. Which all are equal? The first one. Iceland. ഞാൻ ഒന്നും ഈക്വൽ അല്ലല്ലോ. ആരും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് no ratios are equal. അല്ലെങ്കിൽ no ratios എഴുതിയാലും മതി. In the second pair of linear equation, which all pairs are equal? Ayan Sujil, second case. All are equal. All are equal. നമുക്ക് വേണമെങ്കിൽ all are equal എഴുതാം, അല്ലെങ്കിൽ a1 by a2 equal, b1 by b2 equal, c1 by c2 specific ആയിട്ട് എഴുതാം.
Now, in the third pair of linear equation, third pair and also on the Gessel in the third pair. Sir, A1 by A2 equal B1 by B2. A1 by A2 is equal to B1 by B2. Now, true or false? If the pair of linear equation has unique solution, then A1 by A2 equal B1 by B2. Is it true or false? Shamrin? False. It's false because they will know first case we have unique solution. There A1 by A2 is equal to 2 by 3. B1 by B2 equal negative 1 by 4. Both are different. They are not same. Next one, Fidar Rashid. If the pair of linear equation has infinite solution, then A1 by A2 equal B1 by B2 equal C1 by C2. True. It's a true statement. Second one, infinite solution, all are 1 by 2. It's a true statement. Third one, third case, Afrin Shaban, third one. False. Third one is false. If the pair of linear equation has no solution, then A1 by A2 equal B1 by B2 equal C1 by C2. Third case, A1 by A2, B1 by B2 are 1 by 3, but C1 by C2 is 2 by 9. This is different. Third one is different. So that's also false. Clear or not? Table okay. Now, heading like activity day. What was the heading, Anan? What was the heading of our activity? Nature of graph, nature of solution, and relation between coefficients. Nature of solution, nature of graph, and the relation between the coefficients. That means here we are trying to connect these three data. One is nature of graph, second is nature of solution, and third is relation between coefficients. These three പേരെയാണ് നമ്മൾ connect ചെയ്യാൻ try ചെയ്യുന്നത്. Nature of graph, nature of solution, and relation between coefficients. Already on yesterday, we established the relation between these two. Nature of graph, nature of solution we will discuss it. Because intersecting is unique, coincident is infinite, parallel is no solution. Now we are going to connect that data with the ratios. Suppose all these ratios are equal. So this answer is suppose all these ratios are equal. That is A1 by A2, B1 by B2, and C1 by C2 are equal. Then what we can say about the nature of solution? What do you think? Sir, it is coincident. A1 by A2 equal, B1 by B2 equal, C1 by C2. What about nature of solution? Questions of the nature of solution. Nature of solution is infinite solution. It will have infinite solution. Nature of solution will be infinite. And what about the nature of graph in that case, Anna Fatima? Coincident. Graph will be coincident. Now suppose we have A1 by A2 and B1 by B2 are equal, but C1 by C2 is different. I'm using the symbol not equal. I hope you remember that symbol. A1 by A2 and B1 by B2 are same. C1 by C2 is a different one. And then what we can say about the nature of solution in that case? No solution. It will have no solution. And Kenza, what about the nature of graph? Parallel. The graph will be parallel. Now if A1 by A2 and B1 by B2 are different, when C1 by C2 mention A1 by A2, B1 by B2 different. C1 by C2 whether it is same or different, whatever it may be, mind first two values are different. Then what we can say, Sabit? Then unique solution. It will have a unique solution. And the nature of the graph will be Basim. Muhammad Basim, nature of graph will be? The graph will be intersecting. This is what we need as a conclusion. So below I write as conclusion. Below I write conclusion.
conclusion. Right? For the pair of linear equation, for the pair of linear equation, for the pair of linear equation, A1x, for the pair of linear equation, A1x plus B1y equals C1 and A2x plus B2y equal to C2. A2x plus B2y equal to C2, comma, if sub case one by one first case if A1 by A2 not equal to B1 by B2. A1 by A2 not equal to B1 by B2. Arrow vachittu intersecting graph again arrow vachittu unique solution. Second case A1 by A2 is equal to B1 by B2. They are equal, but C1 by C2 is different one. You know what to write. Write the conclusion first. And the third case. Amine on the Amine. Second case A1 by A2 equal B1 by B2 not equal C1 by C2. Muhammad Amin. What we should write? Room range Asna Fatima, second case. The second case, parallel graph, no solution. A1 by A2 equal B1 by B2 not equal C1 by C2 parallel. Sir? I mean, anything class A1 by A2 equal B1 by B2 not equal C1 by C2. Correct. Parallel graph and no solution. Parallel graph, it will have no solution. Final case law A1 by A2 equal B1 by B2 equal C1 by C2. How we can complete? On the Barney Mohammed Nasi? Sir, coincident graph. In an infinite solution. The graph will be coincident graph, and it will have infinite solution. One of the very important concepts we should study in this chapter. Very important concepts. For the given pair of linear equation A1x plus B1y equals C1 and A2x plus B2y equals C2, this is the relation connecting. Okay, we are heading three. First, we are ratio of coefficients. Then we are ratio of coefficients. Even nature of graph. This is what we mean by nature of graph. And this is what we mean by nature of solution. One of the most important idea that we should study in this chapter. Note it down. I'll explain how it is asked in exam or in exercise. Then you know question you can. First, you note down the concept. Okay, everyone.
വൺ സെക്കൻഡ് നമ്മളെ മുജീബ് സാർ ഒന്ന് ജോയിൻ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ കണ്ടിന്യൂ. കേട്ടോ മുജീബ് സാർ പ്ലീസ്. Good evening. Good evening. Good evening, sir. Yes. Yes. Okay. അപ്പോഴേ എന്നെ പരിചയമില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്, പുതിയ കുട്ടികൾ ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ട്. ഞാൻ മുജീബാണ്. അപ്പോ ഞാൻ വന്നതെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, നമ്മുടെ ബൈവീക്ക്ലി എക്സാമുമായി ബന്ധപ്പെട്ട് ബൈവീക്ക്ലി എക്സാംസ് എന്ന് പറഞ്ഞ സാധനമാണ്. യെസ് ഗുഡ് ഈവനിങ്. വെരി ലൈറ്റ് ഗുഡ് ഈവനിങ്. റൈറ്റ്. അപ്പോ ബൈവീക്ക്ലി എക്സാമുമായി ബന്ധപ്പെട്ട് ബൈവീക്ക്ലി എക്സാം ആണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തണം. ഒരു മിനിറ്റ്, നോട്ട് എടുത്ത് ഒന്ന് നിർത്തിട്ടോ, ഒറ്റ മിനിറ്റ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ തന്നെ സീരിയസ് ആയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈവീക്ക്ലി എക്സാം ആണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തണേ. കാരണം 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ കൂടെ നടക്കണം. ഞാൻ ഓൾറെഡി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 2 കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, സബ്ജക്റ്റ് മനസ്സിലാക്കുക. അതിനാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ റിലേഷൻ ബിറ്റ്വീൻ സീറോസും കോഎഫിഷ്യന്റ് ഒക്കെ കൊണ്ടുവന്നത് കണ്ടില്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ബൈഹാർട്ട് ചെയ്യിക്കാം. നിങ്ങൾ നോക്കിക്കോ, എല്ലാ സ്ഥലത്തും അങ്ങനെ പഠിപ്പിക്കുള്ളൂ. എങ്ങനെ പഠിപ്പിക്കണേ? ഇന്ന ടൈപ്പ് സൊല്യൂഷൻ ആണെങ്കിൽ A1/A2 = B1/B2 ആണ്. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. അത് നമ്മളൊരു ഇക്വേഷൻ പോലെ ബൈഹാർട്ട് ചെയ്യും. നമ്മളത് ആക്ടിവിറ്റി ചെയ്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ, അറൌണ്ട് 45 minutes വി ഹാവ് ടേക്കൺ. എന്തിനാണെന്നറിയോ? കുട്ടികൾ അത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാക്കാനും അതിനോടൊന്ന് അടുക്കാനും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാനുമാണ് ആ മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. 2, ഇത് പോരാ. ഇതിങ്ങനെ മനസ്സിലാക്കി പോരാ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. വീണ്ടും നമ്മൾ പ്രോബ്ലം ചെയ്യണം. അത് നമ്മൾ എഴുതണം. പേപ്പറിൽ നമ്മൾ എക്സാം ആയിട്ട് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ബൈവീക്ക്ലി എക്സാം വെച്ചിരിക്കുന്നത്. ബൈവീക്ക്ലി എക്സാം നമ്മളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കും എല്ലാ എക്സാമും നടത്തണം. നിങ്ങൾക്ക് 2 ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. ഫിസിക്സിന്റെ ഫയൽ അയച്ചു തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമിനുള്ളത് മാത്തമാറ്റിക്സിന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻസോട് ഒരുമിച്ച് ചേർത്ത് നമ്മൾ അയച്ചു തന്നത്. ദിൽക്കാസെ, നീ ആ ക്യാമറന്ന് കൈമാറ്റ്. ഞാൻ പലതവണ നിന്നോട് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കാര്യങ്ങൾ ക്യാമറ തൊട്ടിരിക്കുന്നത്. ഇത് 2 വാണിംഗ് ആണ് തരുന്നത് കേട്ടോ. 2 വാണിംഗ് തന്നിട്ട് ഒന്നില്ലെങ്കിൽ നീ ഇവിടെ ക്ലാസ് ഒന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ നിന്നെ റിമൂവ് ചെയ്യും. പാരന്റ്സിനോട് പറഞ്ഞിട്ടുള്ളതാ കേട്ടോ. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. പഠിക്കുന്നതിനും ഡൗട്ട് പറഞ്ഞതിനും എന്തോരം വേണമെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞത് എക്സാമുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ എക്സാം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി എക്സാം ഒരു അറൌണ്ട് മോർ ദാൻ 20 എക്സാം വി വിൽ ഹാവ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ നമ്മൾ 20 എക്സാമിന്റെ മുകളിൽ നമ്മൾ നടത്തും. ആ എക്സാം ആണ് നമ്മുടെ റിവിഷനും എല്ലാം. ആ എക്സാം തന്നെ കറക്റ്റ് ആയിട്ട് പോയാൽ മതി. ചില സ്കൂളുകളിൽ മാത്രം വേറെ ചാപ്റ്ററുകൾ എടുക്കും. അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഈ എക്സാമും നമ്മുടെ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. മറ്റേ സ്കൂളിൽ നടക്കുന്ന വേറെ ചാപ്റ്റർ ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. കാരണം ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇത് ദൈവം സഹായിച്ചാൽ നമ്മൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കണം. ചില കുട്ടികൾ ഓർത്തിരുന്നറിയോ, ഓൺലൈനിൽ ബൈവീക്ക്ലി എക്സാം ആണല്ലോ, ആഹാ എന്താ സുഖം അല്ലെ? ചിലവർ അങ്ങനെ ഓർത്തിരുന്നവരുണ്ട്. എന്നോട് പലവരും പറഞ്ഞിരുന്നു, നിങ്ങളുടെ പാരന്റ്സ് എന്നെ അറിയാവുന്ന കുറെ പേരുണ്ട്, അറിയില്ലാത്തവരുണ്ട്. അവർക്ക് എന്നോട് പറഞ്ഞത് കുട്ടികൾ അങ്ങനെയൊക്കെയാണ് ഒന്ന് ഓർത്തിരുന്നത്, ഓൺലൈനിൽ എക്സാം ആണെന്ന്. എന്നാലും കുറെ പേര് അതിനകത്ത് മാൽ പ്രാക്ടീസും ജെന്യൂനിറ്റി അല്ലാത്തവരും ഉണ്ട്. ഞങ്ങൾ കുറെ പേര് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടി. നിങ്ങളെക്കാൾ വലിയ കുട്ടികളും +2 എക്സാം കുട്ടികൾക്ക് എഴുതുന്നതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചുപേരെ ഇവിടെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എക്സാം എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി, ബൈവീക്ക്ലി എക്സാംസ്. അപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്ന് എഴുതാം. അത് കുട്ടികൾക്ക് ശ്രദ്ധിച്ചോളണം. എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് റെമഡി. ഈ റെമഡി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ ആ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ പഠിച്ചു പോകണം. നിർബന്ധമായി പഠിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് ആവും. അപ്പൊ അത് ഫോഴ്സ്ഫുള്ളി തന്നെ ചെയ്യണം. 2 ആഴ്ച ഫെയിൽ ആയി കഴിഞ്ഞോ ആ സബ്ജക്ട് വരുന്ന വീക്കിൽ എങ്ങനെയെങ്കിലും ഒരു എക്സാമോടെ നമ്മൾ നടത്തും. ഒന്നുകൂടെ നിങ്ങളോട് പഠിക്കാൻ പറയും. ചില കുട്ടികളോട് ഇവിടെ സെന്ററിലേക്ക് വരാൻ പറയും. ചില കുട്ടികൾ ഓൺലൈനിൽ ഇരുന്ന് തന്നെ എക്സാം എഴുതി അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ 2 വീക്സ് നമ്മൾ റിഫ്രഷ് ചെയ്ത് പോകണം. അപ്പൊ ഇക്കാര്യങ്ങളാണ് നിങ്ങളുടെ റിസൾട്ട് അയക്കുന്നതിന് കൂടെ ഒരു സ്റ്റാറ്റസ് അയച്ചാക്കണം. സ്റ്റാറ്റസിൽ പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഇന്ന ആക്ഷനുകളാണെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ അത് പറയാനായിട്ട് നമുക്ക് അതിനൊരു സ്റ്റാഫ് ഉണ്ട്, നമുക്ക് ജോൺ സാർ ഉണ്ട്. അദ്ദേഹം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കയറും. അദ്ദേഹം പറയും എന്തെല്ലാമാണ് ഇത്ര മാർക്കുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, ഇത്ര കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് റെമഡി അറ്റൻഡ് ചെയ്തതെന്നൊക്കെ പറയും. അപ്പൊ അത് അതിന്റെ കൂടെ പാരലൽ ആയിട്ട് നടന്നോട്ടെ, അത് റൊട്ടീൻ പ്രോസസ് ആയിട്ട് 1 ഇയർ ഇത് പൊക്കോട്ടെ. അപ്പൊ ഈ 3 സബ്ജക്റ്റിനെ കുറിച്ച് പിന്നെ നിങ്ങൾ പേടിക്കണ്ട. ഐ ആം ഡാം ഷുവർ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ പേടിക്കണ്ട. അതിന്റെ കൂടെ ഒരു വാക്കോടെ പറയാം, ചില കുട്ടികൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് മതി, ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ അത് മതി. ചില കുട്ടികൾ കുറച്ച് നാളത്തേക്ക് വീട്ടിൽ ചിലപ്പോൾ അരമണിക്കൂർ പഠിക്കേണ്ടി വരും, ചിലവർ 1 മണിക്കൂർ പഠിക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു 2-3 മാസം നിങ്ങൾ അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് വീട്ടിൽ പഠിക്കേണ്ടി വരില്ല, നമ്മൾ ട്രാക്കിലേക്ക് കയറും എന്നാണ് ഞങ്ങൾ വിശ്വാസം. അങ്ങനെയാണ് നമ്മുടെ സിലബസ് സെറ്റ് ചെയ്താക്കണേ. അപ്പൊ എനിവേ ബൈവീക്ലി എക്സാം ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് അതിന്റെ റെമഡിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ സീരിയസ് ആയിട്ട് എടുക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. Thank you, sir. Thank you, sir. Thank you, sir. Yes, sir. Okay, right. Get back. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് റിഗാർഡിങ് the nature of graph, nature of solution, the ratio of coefficients, അല്ലേ? ശ്രദ്ധിച്ചോ? സോ ഈ കൺക്ലൂഷൻ കഴിഞ്ഞല്ലോ അല്ലേ? ക്ലിയർ? ഓക്കെ, 2 പോയിന്റുകൾ എനിക്ക് പറയാനുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദ ഐഡിയ ദാറ്റ് വി സ്റ്റഡി. ഈ പഠിച്ച ഐഡിയയുടെ ആവശ്യം എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യേണ്ടി വരും, പറയാലോ അല്ലേ? ശാലായി നേരെ നമ്മൾ എക്സസൈസിന്റെ ഡിസ്കഷനിലേക്കാട്ടോ കയറുന്നേ. ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. കോമൺ നമുക്ക് അതിന് 4 കേസ് എന്ന് പറയാം. അതിന് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ വെൻ വി ലുക്ക് ഇൻ ടു ദ 3 ഡിഫറെന്റ് കേസസ്, ഇന്റർസെക്ടിംഗ് ഉണ്ട്, പാരലൽ ഉണ്ട്, കോഇൻസിഡന്റ് ഉണ്ട്. അവിടെ നോ സൊല്യൂഷനും യൂണീക് സൊല്യൂഷനും ഇൻഫിനിറ്റ് സൊല്യൂഷനും വരുന്നുണ്ട്, ശരിയല്ലേ? ഇതില് ശ്രദ്ധിച്ചു കേട്ടോ, ഔട്ട് ഓഫ് ദ 3 കേസസ് 1 case is there which has no solution, അല്ലെ? സൊല്യൂഷൻ ഇല്ലാത്തൊരു കേസ് ഉണ്ട്. ഏതാണ് കേസ്? ആണ് സൊല്യൂഷൻ ഇല്ലാത്ത കേസ് ഏതാ? പാരലൽ ഗ്രാഫ്. The case which is having parallel graph, നമ്മൾ അതിനെ വേറൊരു നെയിം വിളിക്കാറുണ്ട്. It is also called inconsistent pair of linear equation. If a pair of linear equation, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, if a pair of linear equation has no solution, we call it as inconsistent pair of linear equation. ഇനി നിങ്ങൾ നോക്കി, in the case of intersecting എത്ര സൊല്യൂഷൻ കിട്ടാൻ മനസ്സിലാക്കി? Yes, sir. In case of intersecting, how many solutions are there? Unique solution. How many? Unique means 1. 1 solution is there. And if it is coincident, what about situation? And Catherine, if it is coincident, Infinite solutions. Infinite solution are there. നമുക്ക് കോമൺ ഒരു കാര്യം പറയാം. Whether it is intersecting or it is coincident, there will be minimum 1 solution. പറയാൻ പാടില്ലേ? ഇന്റർസെക്ടിങ് ആണെങ്കിലും കോഇൻസിഡന്റ് ആണെങ്കിലും മിനിമം ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഇന്റർസെക്ടിംഗിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അപ്പോഴും മിനിമം എന്നുള്ള കാര്യം സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഇൻഫിനിറ്റിൽ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്, മിനിമം 1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, ശരിയല്ലേ? If there is minimum 1 solution, we say that the linear equation is consistent. It is a consistent pair of linear equation. Okay, point separately. If a pair of linear equation has, if a pair of linear equation has at least 1 solution, comma, the pair of linear equations said to be consistent. If a pair of linear equation has at least 1 solution, comma, the pair of linear equation is said to be consistent. Said to be consistent. കിട്ടിയില്ല സാർ.
if a pair of linear equation has at least one solution, comma, the pair of linear equation is said to be consistent. Next line. If a pair of linear equation, Sir, എന്താ ചെയ്യണ്ടേ? ഞാൻ ലെഫ്റ്റ് ആയി പോയി. ഞാൻ പറയുന്ന നോട്ട് എഴുതുക. If a pair of linear equation has no solution, if a pair of linear equation has no solution, comma, it is said to be inconsistent. It Solution? is said to be, if a given pair of linear equation has no solution, comma, it is said to be inconsistent. Commonly ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ ക്ലാസ് തുടങ്ങി നിയർലി 1 month കഴിയാറായി. ഇനിയും നിങ്ങളുടെ റേഞ്ച് ഇഷ്യൂ നിങ്ങൾ പരിഹരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സെന്റൻസ് പറയുമ്പോൾ ഇടയ്ക്ക് സാറേ ഒരു വാക്കിന്റെ പകുതി, അടുത്ത വാക്കിന്റെ പകുതി, കംപ്ലീറ്റ് ക്ലാസ് ഡിസ്റ്റർബ് ആവും. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പോർഷൻ ചെയ്യില്ല. വളരെ റെയറായ കുറച്ച് പേർക്ക് റേഞ്ച് ഇഷ്യൂ ഉള്ളൂ. നിങ്ങൾ അതിൽ എവിടെയാണ് നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയിരിക്കണം, ഷിഫ്റ്റ് ചെയ്യണം. ഇതാ തെൽക്കാസിനെ തൊട്ട് മുമ്പ് പറഞ്ഞ മനസ്സിലായി. ഇതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. No solution. Inconsistent. The pair of linear equations said to be inconsistent. റേഞ്ച് ഇഷ്യൂ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ബെനിഫിഷ്യൽ ആവില്ല കേട്ടോ. റേഞ്ച് ഇഷ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്യണം അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, എഴുതില്ലേ? റൈറ്റ്. നൗ അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നമ്മളിപ്പോ ഏത് കൺക്ലൂഷനിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ 3 കേസില് പാരലൽ വന്നത് ഇൻകൺസിസ്റ്റന്റ് ആണ്, ഇന്റർസെക്റ്റിംഗ് വന്നത് കൺസിസ്റ്റന്റ് ആണ്, ഇൻഫിനിറ്റ് വന്നതും കൺസിസ്റ്റന്റ് തന്നെയാണ്. അതിൽ ഇൻഫിനിറ്റ് നമ്മൾ കൺസിസ്റ്റന്റ് കൂടെ ഡിപ്പെൻഡന്റ് എന്നൊരു പേരും വിളിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിപ്പെൻഡന്റ്. Infinite solution വന്നതിൽ we also call it as dependent pair of linear equation. കൺസിസ്റ്റന്റ് എന്ന് വിചാരം കുഴപ്പമില്ലല്ലോ. മേജ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിപ്പെൻഡന്റ് ആരാന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വരാം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡന്റ് ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്നതിനാണ്. ഈ 2 കേസിനെ നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. ബോത്ത് ഇന്റർസെക്റ്റിംഗ് ആൻഡ് കോഇൻസിഡന്റ് ആർ കൺസിസ്റ്റന്റ്. Parallel one has no solution, it is inconsistent. The case having infinite solution also have another name called dependent. Okay, everyone. Right. Now listen. നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക്കിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരിക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a pair of linear equation will be provided or it will be a bad problem, whatever it may be. മിക്കവാറും നമുക്ക് ഇക്വേഷൻ ഉണ്ടാവും. ഇക്വേഷൻ ഉള്ളതാണ് മെജോറിറ്റി ഈ ടോപ്പിക്കിൽ നിന്ന് വരും. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ചെക്ക് വെദർ, എഴുതണ്ട കേട്ടാ മതി, ചെക്ക് വെദർ the given case is a consistent or inconsistent pair of linear equation. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what about the nature of solution of the given pair of linear equation. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what about the nature of graph of the given pair of linear equation. നാലാമത്തെ question, find the solution of the given pair of linear equation. 4 questions ആണ് നമുക്ക് വരിക. Okay, pair of linear equation will be there. One question will be whether the equation is consistent or inconsistent. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ക്ലിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് whether the equation is consistent or inconsistent. Another question, whether the graph of the linear whether the solution is infinite, unique or no solution. The nature of solution, the meaning I already പറഞ്ഞതാണ്. മൂന്നാമത്തത്, what about the nature of graph? Is it parallel or intersecting or coincident? നാലാമത്തത്, find the solution. ഇതില് ഈ 3 കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ 3 കേസില് ഇവിടെ നമുക്ക് വരുന്ന ആൻസർ കൺക്ലൂഷൻ എന്ന് പറയുന്നത് the equation is consistent അല്ലെങ്കിൽ the equation is inconsistent അല്ലേ? സെക്കൻഡിൽ നമുക്ക് എന്താ കൺക്ലൂഷൻ വരാൻ ചാൻസ് ഉള്ള അഫ്രിക്കന്റെ വാസ് നേച്ചർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ? നേച്ചർ ഓഫ് സൊല്യൂഷനിൽ വരുന്ന 3 ടൈപ്പ് ഏതൊക്കെയാ? നേച്ചർ ഓഫ് സൊല്യൂഷന്റെ 3 ടൈപ്പ്
Infinite. No solution. Unique solution. Either infinite or no solution or unique solution. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ഗ്രാഫിൽ വരുന്ന 3 കൺക്ലൂഷൻ ഏതൊക്കെയാ സമറിൻ? Sir, intersecting, parallel and coincident. Intersecting, parallel and coincident. ഇതാണ് അവിടെ വരുന്ന 3 പോസിബിലിറ്റി. ആ 3 പോസിബിലിറ്റി എഴുതിയേക്കുന്നത് ഓർഡർ ഒന്നും അല്ല. ഈ 3 കേസും ആൻസർ ചെയ്യാൻ ഇനി ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കില്ല. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോസ് മാത്രം, വേറെ ഒന്നും വേണ്ട. ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യനും, അതായത് regarding the consistency or inconsistency, regarding nature of solution and regarding the nature of graph, ഇവരെ ആൻസർ ചെയ്യാൻ it is enough to find out A1 by A2, B1 by B2 and C1 by C2. ഇവരെ വെച്ചിട്ട് എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ. How we can answer by using this. First of all, നമ്മളെ ഇക്വേഷനിൽ A1 by A2 കണ്ടുപിടിക്കും. അതെല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ്. സെക്കൻഡ്ലി നമ്മൾ B1 by B2 കണ്ടുപിടിക്കും. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ A1 by A2 and B1 by B2 will be different. അല്ലേ? ഇങ്ങനെ കിട്ടിയാൽ at that moment itself നമുക്ക് കൺക്ലൂഷൻ പറയാം. എന്തായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ ഇൻ ദാറ്റ് കേസ്? Al-Sabit, what will be your conclusion? Al-Sabit കേൾക്കുന്നില്ലോ. Rowell, what will be your conclusion? The nature of graph is intersecting. Then the nature of a solution is unique and it's consistent. It will be intersecting, it has unique solution, it will be consistent. കണ്ടോ? ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. A1 by A2, B1 by B2 നമ്മൾ കണ്ടുപിടിച്ച് they are different. കൺസിസ്റ്റൻസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ it is consistent. Nature of solution ആണെങ്കിൽ it has unique solution. Nature of graph ആണെങ്കിൽ it will be intersecting. ഏതാണോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. Do you get me? ഇനി രണ്ടാമതൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ, A1 by A2, B1 by B2 കണ്ടുപിടിക്കും. അതെന്താ? ആൻഡ് കാതറിൻ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. A1 by A2 and B1 by B2 വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നോട്ട് ഈക്വൽ ഒരു പോസിബിലിറ്റി ആണ്. സെക്കൻഡ് പോസിബിലിറ്റി എന്താ? A1 by A2 is equal to B1 by B2. They may be equal. ചിലപ്പോൾ ഈക്വൽ ആവാം. ഈക്വൽ ആണെങ്കിൽ മാത്രം, if it is equal ആണെങ്കിൽ മാത്രം നമ്മൾ C1 by C2 കണ്ടുപിടിക്കും. ഈ ഡിഫറന്റ് ആണെങ്കിൽ പിന്നെ C1 by C2 പുറകെ പോകേണ്ട കാര്യമില്ല. ഈ കേസ് ആണെങ്കിൽ C1 by C2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. C1 by C2 എന്തോ ആവട്ടെ, ഡസന്റ് മാറ്റർ, നമ്മളത് മൈൻഡ് ചെയ്യണം. A1 by A2 and B1 by 2 സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ നമ്മൾ C1 by C2 കണ്ടുപിടിക്കും. If C1 by C2 is not equal, C1 by C2 ന്റെ വാല്യൂ ഡിഫറന്റ് ആണെങ്കിൽ it will have, ഒന്ന് പറഞ്ഞേ, ഡിഫറന്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക ഗ്രാഫ്? സോറി, ഈക്വൽ ആണെങ്കിൽ എങ്ങനെ ഗ്രാഫ് വരിക എന്ന് പറഞ്ഞേ. C1 by C2 ഈക്വൽ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആവശ്യം വരിക? ഗ്രാഫ് പാരലൽ, നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ്, അങ്ങനെയാണ് വരിക. അപ്പൊ ഡിഫറന്റ് കേസിന് ആദ്യം എഴുതാം കേട്ടോ. C1 by C2 ഡിഫറന്റ് ആണെങ്കിൽ we will have coincident graph, infinite solution, and again it is consistent. And the third possibility, we calculate A1 by A2, we calculated B1 by B2, we calculated C1 by C2 also, all are equal, means the graph will be parallel, it will have no solution, and the given equation will be inconsistent. Kando? So, ഈ 3 ക്വസ്റ്റ്യനെയും ആൻസർ ചെയ്യാൻ A1 by A2, B1 by B2, C1 by C2 മതി. എവിടെ മാറിപ്പോയിട്ടുണ്ട് അല്ലേ? എവിടെ മാറിപ്പോയി നാസിയ പറഞ്ഞേ? സർ, മറ്റേ A1 by A2 equal to B1 by B2 equal to C1 by C2 ഇൻഫിനൈറ്റ് ആണ്. അവിടെ ഞാൻ എഴുതി തിരിഞ്ഞു പോയതാ, മൈ മിസ്റ്റേക്ക്. ഇതാണ് നമ്മൾ ഗ്രാഫിൽ നിന്നും, സോറി, നമ്മുടെ A1 by A2, B1 by B2, C1 by C2 വാല്യൂസ് വെച്ചിട്ട് അഡ്രസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനോ, എന്താ രസം എന്നറിയോ, ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ച് ഗ്രാഫ് വരയ്ക്കാനോ, x equal to 0, y equal to 0 കൊടുക്കാനോ ഒന്നും പോകണ്ട. ജസ്റ്റ് ഫ്രം ദ ഇക്വേഷൻ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒരു 5 മിനിറ്റോടെ കേട്ടോ, മുജീബ് സാർ ഇടയ്ക്ക് കയറേണ്ട, ഒരു 5 മിനിറ്റ് പോയി 5 മിനിറ്റ്സോടെ ഇത് കൺക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മൊത്തം ഒന്നുകൂടെ പറഞ്ഞതാണ്.
Okay. If the equation suppose as an example, if it is, I'm sorry. If the equation is suppose 2x plus 3y equal to 5 and 4x plus 8y equal to 7 as an example. We will check here. We will add a1 by a2 conduct. a1 by a2 equal to x in the coefficient 2, second 4. 2 by 4 cut 1 by 2. b1 by b2 equal to coefficient 3 and 8. Further simplify cut ചെയ്യാൻ പറ്റില്ല. ഈ രണ്ടുപേരെ കണ്ടുപിടിച്ചപ്പോൾ എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ കേസിൽ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. അയാൻ, what we can conclude? Sir, we can conclude. We can conclude that. അയാൻ ബാക്കി കേട്ടില്ല. അയാൻ മ്യൂട്ടായി പോയല്ലോടാ. അയാൻ ഒന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തേ. ഐഷാൻ അഫ്രിൻ. Sir, intersect, unique, consistent. a1 by a2 not equal to b1 by b2 ആണ്. So it will be intersecting, it has unique solution, it will be consistent. അത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് എഴുതിയാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത് നേച്ചർ ഓഫ് ഗ്രാഫ് ആണെങ്കിൽ the graph will be intersecting. Nature of solution ആണെങ്കിൽ it has unique solution. Consistent or inconsistent ആണെങ്കിൽ it has consistent. So the given pair of linear equations consistent. Clear ആണോ everyone? അതുപോലെ നമ്മൾ റെസ്പെക്റ്റീവ് കേസും ചെക്ക് ചെയ്യും. നോട്ട് ചെയ്ത് വെച്ച് in your own words fast and ask if there is any doubts. സ്പീഡ് നോട്ട് ചെയ്തോ. everyone, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പ്രൊസീജിയർ ആണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് we will find the value of a1 by a2. Next we will find the value of b1 by b2. If they are different, അവിടെ വെച്ച് നമുക്ക് പ്രൊസീജിയർ അവസാനിപ്പിച്ച് കൺക്ലൂഷൻ എഴുതാം. Equal ആണെങ്കിൽ we will move into the third ratio c1 by c2. Equal ആണെങ്കിൽ we move to c1 by c2. c1 by c2 equal ആണെങ്കിൽ coincident, infinite, etc. Different ആണെങ്കിൽ parallel, no solution, etc. That is what we can conclude from the discussion. Sir, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. Yes. സാർ നമ്മൾ മറ്റേ കോയിൻസിഡന്റിനകത്ത് കോയിൻസിഡന്റും പിന്നെ ഡിപ്പെൻഡന്റും പേര് പറയില്ലേ? അത് കോയിൻസിഡന്റിൽ മാത്രമല്ലേ അങ്ങനെ പറയുള്ളൂ? കോയിൻസിഡന്റിൽ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ക്ലിയർ ആണോ എവരിവൺ? ഞാൻ ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ എടുത്തതേ, നിങ്ങൾക്ക് നാളെ ഒരു ദിവസം അവധി ഉണ്ടല്ലോ. അപ്പൊ ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കഥയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ഒന്നേന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അല്പം ടൈം എടുത്താണെങ്കിലും ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, സോ എൻജോയ് യുവർ ടുമോറോസ് ഹോളിഡേ. വി വിൽ മീറ്റ് ഓൺ Saturday. Thank you, sir. Have a nice day. Thank you, sir. Thank you, sir. Thank you, sir.